പറയട്ടെ ഞങ്ങൾ ഇന്നൊരു ബനാന കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ കൊച്ചിന് ബനാന കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കൊച്ച് അങ്ങനെ പറഞ്ഞൊന്നുമില്ല, എന്നാലും ഇഷ്ടമായിരിക്കും. അപ്പൊ കൊച്ചിന് ഞാൻ ബനാന കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോണേണ്. തിന്നൂലേ? തിന്നു. ആദ്യം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. മൈദ ഇത് അരക്കപ്പാണ്. ഇതിലപ്പോൾ 2 കപ്പ് മൈദ എടുക്കാം. ഈ 1 കപ്പ് കോക്കോ പൗഡർ എടുക്കാം. അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ ഇടാം. എന്താ ചെയ്യണത്? ഞാൻ ചെയ്തോളാം. ആ സ്പൂൺ വേണ്ട, ഇത് കൊണ്ട് ഇളക്ക്. അതല്ല, അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഈ ഒരു പഴമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പഴം മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ പഴം ഒന്ന് ആദ്യം അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 2 മുട്ടയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 2 മുട്ടയും കൂടെ ചേർത്ത് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പില്ല, ആ ഓയിലും കൂടെ വെക്കുക. ഇതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ അടിച്ചെടുക്കാം. ഇത് വാനില എസൻസ് ആണ്. ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പൊടി അരിച്ചെടുത്ത പാത്രമാണ്. അപ്പോൾ ഞാൻ ഇതിലെ പൊടി അങ്ങോട്ട് മാറ്റി ഇതിലേക്ക് ഈ ബാറ്റർ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാല് പൊടി നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. കുറച്ചിട്ട് ഇതിലൊരു കാര്യം പറയാൻ മറന്നു. ഇതിൽ പഞ്ചസാര പൊടിച്ചിട്ടിടണമെന്ന് അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മിസ്സാക്കല്ലേ. ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചിലേക്ക് വെതറിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് അതിൻ്റെ ടോപ്പിംഗ് ഞാനത്തെ വെതറി കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്യാനുള്ള പാത്രം ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ ബാറ്ററി റെഡിയായി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇങ്ങനെ പൊടിച്ച് വെറുതെ ഒന്ന് ഡെക്കറേഷൻ പോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മുറിച്ച് നോക്കട്ടെ കേട്ടാ. ചൂടായിട്ടില്ല. എനിക്ക് മുറിക്കാനുള്ള ധൃതി കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും മുറിച്ചതാണ്. ചൂടില്ല ഊത് കുഞ്ഞാ ഊത്. സൂപ്പർ. അടിപൊളിയാണ്. ഓക്കെ ബൈ. സീ യു. അമ്മ കൊടുത്ത്